ഹായ് ഓൾ, വെൽക്കം ടു സൈലം ടെക്നിക്കൽ ഓൺലി ഫോർ എഞ്ചിനീയേഴ്സ്. നമ്മൾ സ്ട്രക്ചർ അനാലിസിസിലെ സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനൻസി എന്ന് പറയുന്ന ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യുന്നത്. അത് ഡിസ്കസ് ചെയ്തെത്തണമെങ്കിൽ അതിന്റെ കുറച്ച് ബേസിക്സ് നമുക്ക് പറഞ്ഞെത്തണം. പലർക്കും ഈ ബേസിക്സ് അറിയാമായിരിക്കും. സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽ നമ്മൾ അതിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതാണ്. ഇത് ഈ വീഡിയോ സെഷന്റെ മൂന്നാമത്തെ ഭാഗമാണ്. പാർട്ട് 1ലും പാർട്ട് 2ലും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ബേസിക്സ് പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അവിടെ നമ്മൾ ഹിന്റ് തന്നു തുടങ്ങി അല്ലേ, എന്താണ് നമ്പർ ഓഫ് സപ്പോർട്ട് റിയാക്ഷൻസ് ആർ എന്ന് പറയുന്നത്, എത്രയായിരിക്കും നമ്പർ ഓഫ് ഇക്വിലിബ്രിയം ഇക്വേഷൻസ് എസ് യൂസ് ചെയ്യേണ്ടത് എന്നുള്ള കൺസെപ്റ്റ് ഒക്കെ നമ്മൾ അവിടെ ഇങ്ങനെ പറഞ്ഞ് നിറച്ചു വെച്ചിരിക്കുകയാണ്. അതിനിടയിൽ നമുക്ക് ഓരോ ബീം സോൾവ് ചെയ്യുമ്പോഴും നമുക്ക് ആവശ്യമായിട്ടുള്ള റെഡിമെയ്ഡ് ഇക്വേഷൻസ് നമ്മൾ പറഞ്ഞു. സോ കഴിഞ്ഞ സെഷനിലെ റെഡിമെയ്ഡ് ഇക്വേഷൻസ് നമ്മൾ പറഞ്ഞു എന്തായിരുന്നു, നിങ്ങൾക്ക് ഈ ഒരു ഫിഗറിൽ വീണ്ടും റിപ്പീറ്റ് ചെയ്യാണ് അതേ കാര്യം വീണ്ടും റിപ്പീറ്റ് ചെയ്യാണ്. ദിസ് ഇസ് വെരി ഇമ്പോർട്ടന്റ്. പല കോമ്പറ്റേറ്റീവ് എക്സാംസിലും സിംപ്ലി സപ്പോർട്ട് ബീം ചോദിച്ചാൽ ഇനി യെസ് നിമിഷ നേരം കൊണ്ട് നമുക്ക് ഈ പരിപാടി ചെയ്ത് തീർക്കാൻ പറ്റും. അതിനു വേണ്ടിയാണ് ഇക്വേഷൻ പറയുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ നീട്ടിയിരുന്ന് സോൾവ് ചെയ്യാം, ഒരാവശ്യമില്ല. പറയൂ, ഈ സിറ്റുവേഷനിൽ വി എ എത്രയായിരിക്കും? യെസ്, നിങ്ങൾക്ക് പറയാൻ പറ്റും. വി എ ഈക്വൽ ടു പി, വി എ ആണ് കണ്ടുപിടിക്കുന്നത്. അതുകൊണ്ട് അപ്പുറത്തെ ഡിസ്റ്റൻസ് വി എ പി ഇൻറ്റു ബി ഡിവൈഡ് ബൈ എൽ. സിമിലർലി വി ബി ആണ് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് അതിന്റെ അങ്ങേ അറ്റത്തുള്ള ഡിസ്റ്റൻസ്, അതായത് പി ഇൻറ്റു എ ഡിവൈഡ് ബൈ എൽ. ഇത് ഓർമ്മ ഉണ്ടല്ലോ, കുറച്ച് കഴിഞ്ഞ ആവശ്യമാണ്. ഇത് നമുക്ക് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇൻഫ്ലുവൻസ് ലൈൻ ഡയഗ്രാം വരയ്ക്കുമ്പോഴൊക്കെ ഈ ഡയഗ്രാം വെച്ചിട്ടാണ്. ഇൻഫ്ലുവൻസ് ലൈൻ ഡയഗ്രാം ഒക്കെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ഇതേ പ്രഹസനം വരച്ചുകൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. സോ ഓർക്കുക. ക്ലിയർ അല്ലേ? വീണ്ടും ഇക്വിലിബ്രിയം ഇക്വേഷൻസിനെ കുറിച്ച് സ്ഥിരം ചോദിക്കുന്ന ഒരു ഡൗട്ട് ഉണ്ട്. ഏതൊക്കെയായിരുന്നു? 2 ഡയമെൻഷൻ അനാലിസിസ് ആണ്. ഏതൊക്കെയാണ് നമ്മുടെ ഇക്വിലിബ്രിയം ഇക്വേഷൻസ്? ആലോ പറയൂ. യെസ്, ഒന്നാമത്തേതാണ് 2 ഡയമെൻഷൻ അനാലിസിസ് എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ് അവിടെ ഉള്ളത്? അവിടെ എക്സ് ഡയറക്ഷൻ ഉണ്ട്, അവിടെ വൈ ഡയറക്ഷൻ ഉണ്ട്. അവിടെ എക്സും വൈയും ഡയറക്ഷൻ 2D പ്ലെയിൻ ആണല്ലോ. ഏതൊക്കെയാണ് നമ്മുടെ ഇക്വിലിബ്രിയം ഇക്വേഷൻസ്? സമ്മേഷൻ ഓഫ് എഫ് എക്സ് ഈസ് ഈക്വൽ ടു 0. രണ്ടാമത്തത് സമ്മേഷൻ ഓഫ് എഫ് വൈ ഈസ് ഈക്വൽ ടു 0. മൂന്നാമത്തത് സമ്മേഷൻ ഓഫ് എം ഇസഡ് ഈക്വൽ ടു 0. ചോദ്യം അവിടെയാണ്. എന്താണ് ഇപ്പോ എം ഇസഡ്? സമ്മേഷൻ ഓഫ് ഫോഴ്സസ് ഇൻ ദ എക്സ് ഡയറക്ഷൻ 0 ചെയ്യുന്നത് അല്ലെ, നമുക്ക് ആലോചിക്കാൻ പറ്റും, ലോജിക്കലാണ്. കാരണം 2 ഡയമെൻഷൻ ആണ്, അവിടെ എക്സ് ഡയറക്ഷൻ ഉണ്ട്, വൈ ഡയറക്ഷൻ ഉണ്ട്. അപ്പൊ സമ്മേഷൻ ഓഫ് എഫ് എക്സ് ഇക്വൽ ടു 0 യൂസ് ചെയ്യാം, സ്വാഭാവികം, ഒരു സംശയവും ഇല്ല. 2 ഡയമെൻഷനിലാണ്, അവിടെ വൈ എന്ന് പറയുന്ന ഡയറക്ഷൻ ഉണ്ട്. അതുകൊണ്ട് സമ്മേഷൻ എഫ് വൈയും ഈക്വൽ ടു 0 യൂസ് ചെയ്യാം, സ്വാഭാവികം, അതൊരു സംശയവുമില്ല. എന്തുകൊണ്ടാണ് സമ്മേഷൻ എം ഇസഡ് ഈസ് ഈക്വൽ ടു 0 എന്ന് യൂസ് ചെയ്യുന്നത്? ഇസഡ് ഡയറക്ഷൻ എവിടുന്നാണ്, എന്തുകൊണ്ടാണ് 2 ഡയമെൻഷൻ അനാലിസിസിൽ വന്നത് എന്നുള്ളതാണ് ചോദ്യം. പലരും ചോദിക്കാറുണ്ട്. ഇത് വളരെ ബേസിക്സ് ആയിട്ടുള്ള കാര്യമാണ്. സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ്. നോക്കിയേ, ആദ്യം അറിഞ്ഞിരിക്കുന്ന പോയിന്റ്, മൊമെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങളുടെ നാട്ടില് മൊമെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് അല്ലേ? തൽക്കാലം ഞാൻ അതിനെ ലിവറാം എന്ന് എഴുതാൻ സൗകര്യമാണ്. പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഒക്കെ നീട്ടി എഴുതാം, ഒരേ അർത്ഥമാണ്. ഓക്കെ, ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഫ്രം ദ പോയിന്റ്, അല്ലെങ്കിൽ നമുക്ക് ഒരു ലിവറാം എന്ന് പറയാം. ഓക്കെ, ഓർ യു ക്യാൻ സേ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഒക്കെ പറയാം, ഒരു കുഴപ്പമില്ല. നിങ്ങൾ എന്ത് വേണേ പറഞ്ഞോളൂ, സാധനം മനസ്സിലായത്. അല്ലെങ്കിൽ ഒരു ഡിസ്റ്റൻസ്, ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ് അങ്ങനെ പറയാം. അതായത് മൊമെന്റ് എം ഇസിക്കൽ എന്താണ്? ഫോഴ്സ് ഇൻറ്റു ലിവറാമിനെ നമ്മൾ ഇനി എൽ എ എന്നാണ് എഴുതുക. ലിവറാമിനെ നമ്മൾ ഇനി മുതൽ അങ്ങോട്ട് എൽ എ എന്ന് എഴുതും. കുഴപ്പമില്ല. അതായത് ഒരു ലിവറാം ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് മൊമെന്റ് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. യെസ്, ക്ലിയർ ആണോ? നിങ്ങൾ നോക്കിയേ, ഞാൻ എഫ് എക്സ് എന്ന് പറയുന്ന ഒരു ഫോഴ്സ് എടുക്കുകയാണ്. ദിസ് ഇസ് എ ഫോഴ്സ് ഇൻ എക്സ് ഡയറക്ഷൻ ആണ്. ശ്രദ്ധിക്കണേ, ഇത് കഴിഞ്ഞാൽ ഈ ഒരു സാധനത്തിൽ ഡൗട്ട് ഉണ്ടാവില്ല. ദിസ് ഇസ് എ ഫോഴ്സ് ഇൻ ദ എക്സ് ഡയറക്ഷൻ. അപ്പൊ അതൊന്ന് വരച്ചേ. ഈ കാണിച്ചിരിക്കുന്നതാണ് എക്സ് ഡയറക്ഷൻ, അല്ലെങ്കിൽ തിരിച്ചു വരയ്ക്കാം. നോക്കിയേ, ഇതാണ് നമ്മുടെ ഫോഴ്സ് ഇൻ ദ എക്സ് ഡയറക്ഷൻ എഫ് എക്സ് അല്ലെ. ആൻഡ് ഈ കാണിച്ചിരിക്കുന്നതാണ് എഫ് എക്സ് എന്ന് പറയുന്ന പ്ലെയിൻ അല്ലേ? യെസ്, നമുക്ക് അറിയേണ്ട എന്താണ്? യെസ്, ഒരു പോയിന്റ് എടുത്തു പി. ഓക്കെ, താഴെ എടുത്തോ പോയിന്റ്, വേണമെങ്കിൽ പി താഴെ എടുത്തോ. അതായത് എക്സ് എന്ന് പറയുന്ന ആ ലൈനിൽ നിന്നും ഈ ഒരു പോയിന്റിലേക്ക് ഒരു ഡിസ്റ്റൻസ് ഇല്ലേ? ഈ ഡിസ്റ്റൻസ് ഇല്ലേ, അത് ലിവറാമല്ലേ? യെസ്, നിങ്ങൾക്ക് താഴെ മുകളിൽ എടുക്കാം. ഞാൻ താഴെ തൽക്കാലം മുകളിൽ എടുത്തു. ഓക്കെ അല്ലേ? അതായത് എനിക്ക് കണ്ടുപിടിക്കേണ്ടത് പി എന്ന് പറയുന്ന പോയിന്റിൽ എത്ര മൊമെന്റ് ഉണ്ടാകും ഡ്യൂ ടു ദ ഫോഴ്സ് എഫ് എക്സ് എന്ന് പറയുന്ന ഫോഴ്സ് കാരണം പി എന്ന് പറയുന്ന പോയിന്റിൽ എത്രയാണ് മൊമെന്റ്? പറയൂ. ഇഫ് ലിവർ ആം ഈസ് ഈക്വൽ ടു എൽ എ ആണെങ്കിൽ പി എന്ന് പറയുന്ന പോയിന്റിൽ എത്രയായിരിക്കും മൊമെന്റ് ഉണ്ടാവുക?
യെസ് ദാറ്റ് വിൽ ബി ഈസ് ഈക്വൽ ടു മൊമെന്റ് അറ്റ് ദ പോയിന്റ് പി വിൽ ബി ഈസ് ഈക്വൽ ടു എഫ് എക്സ് ഇൻറ്റു എന്തായിരിക്കും ലിവർ ആം ആണ്. ഉറപ്പല്ലേ? ഉറപ്പല്ലേ? ഇവിടെ എംഫസൈസ് ചെയ്യുന്ന പോയിന്റ് എന്താണ്? ദ ആക്സിസ് ഓഫ് ഫോഴ്സ് ഈസ് അലോങ് എന്താണ്? എക്സ് ആക്സിസ് ആണ് അല്ലെ. ദ ആക്സിസ് ഓഫ് ഫോഴ്സ് ഈസ് അലോങ് എന്താണ്? എക്സ് ആക്സിസ് ആണ്. അതേപോലെ ദ ആക്സിസ് ഓഫ് ലിവർ ആം എങ്ങനെയാണ്? നിങ്ങളുടെ ലിവർ ആം കാണിച്ചിരിക്കുന്ന ആക്സിസ് എങ്ങനെയാണ്? ഇതല്ലേ? ഇതേതാ ഡയറക്ഷൻ? വൈ ആക്സിസ് ആണ്. നിങ്ങളുടെ ഫോഴ്സ് ഇപ്പൊ ഏതാണ്? എക്സ് ഡയറക്ഷനിലാണ്. ലിവർ ആമിന്റെ ഡയറക്ഷൻ ഏതാണ്? വൈ ആക്സിസ് ആണ്. അങ്ങനെയാണെങ്കിൽ ഉണ്ടാകാൻ പോകുന്ന മൊമെന്റ് എങ്ങനെയായിരിക്കും? നോക്കിയേ, ഇതാണ് ഫോഴ്സിന്റെ ഡയറക്ഷൻ. ഓക്കെ, സോ ദിസ് വിൽ ബി എ എന്ത് മൊമെന്റ് ആണത്? ആന്റി ക്ലോക്ക് വൈസ് മൊമെന്റ് ഉണ്ടായിരിക്കുന്നു. ആന്റി ക്ലോക്ക് വൈസ് മൊമെന്റ് ഉണ്ടായിട്ടുണ്ട്. കാണുന്നുണ്ടോ അല്ലെ? കാരണം ഫോഴ്സിന്റെ ഡയറക്ഷൻ എങ്ങനെയാണ്? ഫോഴ്സിന്റെ ഡയറക്ഷൻ ദാ ഇങ്ങനെയാണ്. ഓക്കെ അല്ലെ? സോ ആ പോയിന്റിനെ അബൌട്ട് ഫോഴ്സ് എങ്ങനെയാണ് മൊമെന്റ് ഉണ്ടാക്കും? ഇത്തരത്തിൽ മൊമെന്റ് ഉണ്ടാക്കും. സംഭവം ക്ലിയർ അല്ലേ? സോ ഞാൻ ഇവിടെ നോട്ട് എഴുതുകയാണെ, നിങ്ങൾ പറഞ്ഞാൽ മതി. അതായത് നോക്കിയേ, നിങ്ങൾ ഇതൊന്ന് ഫോളോ ചെയ്താൽ മതി. ആക്സിസ് ഓഫ് ഫോഴ്സ് എങ്ങനെയാണ്? ആക്സിസ് ഓഫ് ഫോഴ്സ് ഈസ് അലോങ് എന്താണ്? ഹലോ, അലോങ് ഏതാണ്? എക്സ് ആക്സിസ് ആണ്. കുഴപ്പമില്ലല്ലോ? ഇല്ല. ആക്സിസ് ഓഫ് ലിവർ ആം എങ്ങനെയാണ്? ആക്സിസ് ഓഫ് ലിവർ ആം ഈസ് അലോങ് ഏതാണ്? വൈ ആക്സിസ് ആണ്. അങ്ങനെയാണെങ്കിൽ ആക്സിസ് ഓഫ് മൊമെന്റ് പറഞ്ഞ എങ്ങനെയാണ് ഉണ്ടായിരിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ ആക്സിസ് ഓഫ് മൊമെന്റ് എങ്ങനെയാണ്? നോക്കിയേ, ഈ ഒരു പോയിന്റിന്, ഇത് ഒരു പോയിന്റ് ആണ് അല്ലെ? നമുക്ക് ഫ്രണ്ട് വ്യൂ നോക്കുമ്പോൾ പോയിന്റ് അല്ലേ കാണുള്ളൂ. പെന്നാണ് ആക്ച്വലി. ഈ പെന്നിന് അബൌട്ട് ഞാൻ ഇങ്ങനെയാണ് മൊമെന്റ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അതായത് ഈ ആക്സിസ്, ഈ മൊമെന്റ് ഈസ് ആക്ടിങ് അബൌട്ട് വിച്ച് ആക്സിസ് ആണ്? ഇങ്ങനെയാണ് അല്ലെ? ഇങ്ങനെയാണ് മൊമെന്റ് കൊടുക്കുന്നതെങ്കിൽ ദിസ് മൊമെന്റ് ഈസ് ആക്ടിങ് അറൌണ്ട് ദിസ് പെൻ ആണ്, അല്ലെങ്കിൽ അബൌട്ട് ദിസ് പെൻ ആണ്. ദിസ് മൊമെന്റ് ഈസ് ആക്ടിങ് അബൌട്ട് ദിസ് പെൻ ആണ്. ക്ലിയർ അല്ലേ? അതായത് പി എന്ന് പറയുന്ന പോയിന്റിൽ നിങ്ങൾക്ക് ഒരു മൊമെന്റ് ഉണ്ടായത് കണ്ടോ? അതിന്റെ ആക്സിസ് എങ്ങനെയാണ്? അതിന്റെ ആക്സിസ് എങ്ങനെയാകുന്നു? ഹലോ, പറയൂ. ലെറ്റ് മീ ടേക്ക് അനദർ കളർ. യെസ്, കളർ വേറെ എടുക്കാം. അതിന്റെ ആക്സിസ് എങ്ങനെയാണ്? അതിന്റെ ആക്സിസ് നമ്മൾ ഇവിടെ ഒന്നും കാണാത്ത മറ്റൊരു ആക്സിസ് ആണ്. ദാറ്റ് ഈസ് നത്തിങ് ബട്ട് ദ ഇസഡ് ആക്സിസ് ആണ്. കാണുന്നുണ്ടോ? അതായത് എക്സ് വൈ പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഇസഡ് ആക്സിസിന് എബൌട്ട് ആണ് ഇപ്പം മൊമെന്റ് ഡെവലപ്പ് ചെയ്യപ്പെടുന്നത്. അതുകൊണ്ടാണ് നമ്മൾ സമ്മേഷൻ എം ഇസഡ് ഈക്വൽ ടു 0 സെലക്ട് ചെയ്യപ്പെടുന്നത്. സംഭവം ക്ലിയർ ആയോ? ഒന്നുകൂടി പറയാം. ഫോഴ്സ് ഈസ് ആക്ടിങ് ഇൻ ദ എക്സ് ഡയറക്ഷൻ, നിങ്ങളുടെ ലിവർ ആം ഈസ് ആക്ടിങ് ഇൻ ദ വൈ ഡയറക്ഷൻ. അങ്ങനെയാണെങ്കിൽ ഈ ഒരു പോയിന്റിൽ മൊമെന്റ് ഉണ്ടാകുന്നത് അബൌട്ട് വിച്ച് ആക്സിസ് ആണ്? ഈ പറഞ്ഞ രണ്ട് പ്ലെയിനും പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഇസഡ് ആക്സിസിനാണ്. നോക്കിയേ, അടുത്ത ഫോഴ്സ് നോക്കിയേ. ഇതേ സാധനം നമുക്ക് എഫ് ഐ വെച്ചിട്ട് പറയാം. ഇതേ സാധനം നമ്മൾ പറയാൻ പോകുന്നത് എങ്ങനെയാണ്? യൂസിങ് എഫ് വൈ. എന്താണ് എഫ് ഐ എന്ന് പറഞ്ഞാൽ? ഫോഴ്സ് ഇൻ ദ വൈ ഡയറക്ഷൻ. കുഴപ്പമുണ്ടോ? ഫോഴ്സ് ഇൻ ദ വൈ ഡയറക്ഷൻ പറയൂ. യെസ്, എന്താണ് ഫോഴ്സ് ഇൻ ദ വൈ ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ? ഇതാണ് എഫ് വൈ. കുഴപ്പമുണ്ടോ? ഇതാണ് ഫോഴ്സ് ഇൻ ദ വൈ ഡയറക്ഷൻ, എഫ് വൈ. അതായത് ഈ കാണിച്ചിരിക്കുന്ന ഡയറക്ഷൻ ഏതാണ്? വൈ എന്ന് പറയുന്ന ആക്സിസ് ആണ്. നിങ്ങൾക്ക് ഇപ്പം ഫോഴ്സ് കണ്ടുപിടിക്കണം, അല്ലെങ്കിൽ മൊമെന്റ് കണ്ടുപിടിക്കുന്ന പോയിന്റ് ഇവിടെ വരയ്ക്കാൻ തൽക്കാലം ക്യൂ എന്ന് പറയുന്ന പോയിന്റ് ഉണ്ടോ? ക്യൂ എന്ന് പറയുന്ന പോയിന്റ്, അവിടേക്കുള്ള ഡിസ്റ്റൻസ് വരച്ചേ. ഡിസ്റ്റൻസ് വരയ്ക്കൂ. ഈ ഫോഴ്സിൽ നിന്നും ഇത്ര ഡിസ്റ്റൻസിലാണ്. സോ ഇതാണ് ലിവർ ആം കാണിച്ചിരിക്കുന്നത്. കുഴപ്പമുണ്ടോ? ലിവർ ആമിന്റെ ഡയറക്ഷൻ പറയൂ. നേരത്തെ പറഞ്ഞ അതേ പോയിന്റ് ആണ്, ഡയറക്ഷൻ മാറ്റി പറയുന്നതേ ഉള്ളൂ. അതായത് ലിവർ ആം ഈസ് നൗ ആക്ടിങ് അലോങ് ദ ഡയറക്ഷൻ ഏതാണ്? എക്സ് എക്സ് അല്ലേ? അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന ക്യൂ എന്ന് പറയുന്ന ഈ പോയിന്റിൽ മൊമെന്റ് എങ്ങനെയായിരിക്കും? നോക്കിയേ, ഫോഴ്സിന്റെ ഡയറക്ഷൻ എങ്ങനെയാണ്? ഇങ്ങനെയാണ്. അബൌട്ട് ദിസ് പോയിന്റ് വിൽ ബി ഹാവിംഗ് എ ക്ലോക്ക് വൈസ് മൊമെന്റ്. വി ആർ ഹാവിംഗ് എ CWM. എന്താണ്? ക്ലോക്ക് വൈസ് മൊമെന്റ് അല്ലെ? നമ്മുടെ ഫോഴ്സ് ഇതാ ഈ ഡയറക്ഷനിലാണ്. അതുകൊണ്ട് അബൌട്ട് ദിസ് പോയിന്റ് ഇറ്റ് വിൽ ബി ഹാവിംഗ് എ ക്ലോക്ക് വൈസ് മൊമെന്റ്. ഈ മൊമെന്റ് ആക്ട് ചെയ്യുന്ന ആക്സിസ് ഏതാണ്? നമ്മുടെ ഈ പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആയുള്ള ഒരു പോയിന്റ് എബൌട്ട് ആണ് നമ്മുടെ മൊമെന്റ് ആക്ട് ചെയ്യുന്നത്. കാണുന്നുണ്ടോ? ഇതാണ് പെന്ന്. ഈ പെന്നിന് ചുറ്റുമാണ് ഇപ്പം മൊമെന്റ് ആക്ട് ചെയ്യുന്നതെങ്കിൽ, ഇങ്ങനെയാണ് ആക്ട് ചെയ്യുന്നതെങ്കിൽ ഇതാണ് ദ ആക്സിസ് അബൌട്ട് വിച്ച് മൊമെന്റ് ആക്ടിങ്. ഇങ്ങനെയാണ് മൊമെന്റ് ആക്ട് ചെയ്യുന്നതെങ്കിൽ ഇതാണ് ആക്സിസ് അബൌട്ട് വിച്ച് മൊമെന്റ് ആക്ടിങ്. നിങ്ങൾ നോക്കിയേ, നമ്മളൊരു പോയിന്റ് ഇങ്ങനെ കാണിച്ചു, അപ്പോ മൊമെന്റ് ആക്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ്. അപ്പൊ പെർപെൻഡിക്കുലർ പ്ലെയിൻ ഏതാണ്? അതിന്റെ ആക്സിസ് ഏതാണ്? ദാ ഈ കാണിച്ചിരിക്കുന്ന 3 ഡയമെൻഷണൽ ആക്സിസ് ആണ്. ഈ ആക്സിസ് ഇപ്പം ഏതാകുന്നു? ഹലോ, ഈ ആക്സിസ് ഏതാണ്? യെസ്, നമ്മൾ ഈ പ്ലെയിനിൽ കാണാത്ത ഒരു പുതിയ ആക്സിസ്, അതാണ് ഇസഡ് ആക്സിസ്. നമ്മൾ ഈ പ്ലെയിനിൽ കാണപ്പെടാത്ത ഒരു പുതിയ ആക്സിസ് കാണുന്നു, അതാണ് ഇസഡ് ആക്സിസ്. അതായത് എഫ് എക്സ് കാരണം ഉണ്ടാകുന്ന മൊമെന്റും എഫ് വൈ കാരണം ഉണ്ടാകുന്ന മൊമെന്റും ഈസ് ഓൾവേസ് ഡെവലപ്ഡ് അബൌട്ട് ആൻ ആക്സിസ് ഇസഡ് ആണ്. എഫ് എക്സ് കാരണവും എഫ് വൈ കാരണം ഉണ്ടാകുന്ന മൊമെന്റ് ഈസ് ഡെവലപ്പിംഗ് അബൌട്ട് ഇസഡ് ആക്സിസ് ആണ് എന്നുള്ള 4ാം ക്ലാസ്സും ഗുസ്തിയും എന്നുള്ള ബേസിക് സാധനമാണ് ഇവിടെ പറഞ്ഞത്. ക്ലിയർ ആണോ? സോ അതേ ഡയലോഗ് വേണമെങ്കിൽ ഇവിടെ എഴുതാം, വീണ്ടും എഴുതാണ്. അത്രയും ക്ലാരിറ്റി ഉണ്ടാവണം നമുക്ക്.
നമുക്ക് കാര്യങ്ങൾ അത്രയും ക്ലാരിറ്റി ഉണ്ടാവണം. ഓക്കെ അല്ലേ? സോ എന്താണ് യെസ്, ഇവിടെ അതേ വാല്യൂ വെക്കാം. ആക്സിസ് അലോങ് വിച്ച് ആക്സിസ് ഓഫ് ഫോഴ്സ് ഈസ് അലോങ് എക്സ് ആക്സിസ് ആണ് അല്ലേ? ഈ ഫിഗറിൽ ആക്സിസ് ഓഫ് ഫോഴ്സ് എങ്ങനെയാണ്? y അല്ലേ? യെസ്. സോ ആ പോയിന്റ് എഴുതാണ്. ആക്സിസ് ഓഫ് ഫോഴ്സ് ഈസ് എന്താണ്? അലോങ് ഏതാണ്? y ആണ് അല്ലേ? യെസ്, അലോങ് ഏതാണ്? y ആണ്. സിമിലർലി ആക്സിസ് ഓഫ് ലിവർ ആം എങ്ങനെയാണ്? ഈസ് അലോങ് എങ്ങനെയാണ്? എക്സ് ആക്സിസ് ആണ് അല്ലേ? therefore ആക്സിസ് ഓഫ് മൊമെന്റ് എങ്ങനെയായിരിക്കും? ഈസ് അലോങ് ഏതാണ്? z ആണ്. അതുകൊണ്ടാണ് ഈ കാരണം കൊണ്ട് മാത്രമാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? സമ്മേഷൻ ഓഫ് എഫ് എക്സ് ഈസ് ഈക്വൽ ടു 0, സമ്മേഷൻ ഓഫ് എഫ് വൈ ഈസ് ഈക്വൽ ടു 0. പിന്നെ നിങ്ങൾ എഴുതുന്നത് എന്തായിരിക്കും? സമ്മേഷൻ ഓഫ് മൊമെന്റ് അബൌട്ട് ഇസഡ് ഈസ് ഈക്വൽ ടു 0. ഈ കാരണം കൊണ്ടാണ് നിങ്ങൾ എം ഇസഡ് എന്ന് എഴുതുന്നത്. സംഭവം ക്ലിയർ ആണോ? യെസ്. ഇനി ഈ പോയിന്റ് അറിഞ്ഞ സ്ഥിതിക്ക് നമുക്ക് അടുത്ത ഒരു പോയിന്റിലേക്ക് എടുക്കാം. എന്താണ് അറിയേണ്ട പോയിന്റ്? നിങ്ങൾ നേരത്തെ പറഞ്ഞു വെർട്ടിക്കൽ റിയാക്ഷൻ ഉണ്ടെങ്കിൽ, കഴിഞ്ഞ സെഷനിൽ നമ്മൾ പറഞ്ഞാണ് വെർട്ടിക്കൽ റിയാക്ഷൻസ് ഉണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന രണ്ട് ഇക്വിലിബ്രിയം ഇക്വേഷൻ ആണ് സമ്മേഷൻ എഫ് വൈ ഈസ് ഈക്വൽ ടു 0, സമ്മേഷൻ ഓഫ് എം ഇസഡ് ഈസ് ഈക്വൽ ടു 0 അല്ലെ? ഇത് നിങ്ങൾ പറഞ്ഞാണ്. അതായത് അഥവാ ഹൊറിസോണ്ടൽ റിയാക്ഷൻസ് മാത്രമാണുള്ളതെങ്കിൽ നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നതാണ് സമ്മേഷൻ എഫ് എക്സ് ഈസ് ഈക്വൽ ടു 0 മാത്രമേ യൂസ് ചെയ്യുള്ളൂ. അവിടെ എന്ത് വരില്ല? അവിടെ സമ്മേഷൻ ഓഫ് എം ഈസ് ഈക്വൽ ടു 0 എന്ന് പറയുന്ന ഇക്വേഷൻ ആവശ്യമില്ല. വൈ? ബിക്കോസ് എഫ് എക്സ് എന്ന് പറയുന്ന ഫോഴ്സും മൊമെന്റും തമ്മിൽ യാതൊരു ബന്ധവും അവിടെ കാണപ്പെടുന്നില്ല. യെസ്, അതായത് വെർട്ടിക്കൽ റിയാക്ഷൻസ് മാത്രമാണുള്ളതെങ്കിൽ നിങ്ങൾക്ക് രണ്ട് ഇക്വിലിബ്രിയം ഇക്വേഷൻ വരും. ഉറപ്പായിട്ടും എസ് ഈസ് ഈക്വൽ ടു 2 ആയിരിക്കും. ഹൊറിസോണ്ടൽ റിയാക്ഷൻ ആണെങ്കിൽ എസ് ഈസ് ഈക്വൽ എത്രയേ ഉള്ളൂ? 1 ആണ്. ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. നോക്കിയേ, നിങ്ങളെ ബീമാണ് കാണിച്ചിരിക്കുന്നത്. ഇതാണ് നമ്മുടെ ബീമിന്റെ ഒരു സപ്പോർട്ട് ഹിഞ്ച് ആണ്. അടുത്ത സപ്പോർട്ട് എന്താണ്? റോളർ സപ്പോർട്ട് ആണ്. സോ ദിസ് ഈസ് എ ആൻഡ് ബി. ഇതൊരു സിംപ്ലി സപ്പോർട്ടഡ് ബീം ആകുന്നു. ഹലോ, ആൻഡ് ഇതിന്റെ മുകളിൽ ലോഡൊന്നും കാണിച്ചിട്ടില്ല. അതായത് ഇറ്റ് ഈസ് എ കേസ് ഓഫ് എന്താണ്? ജനറൽ ലോഡിംഗ് ആണ്. ഓർ എന്ത് പറയാം? ഇപ്പം ഏതാണ് ലോഡ്? ഇൻക്ലൈൻഡ് ലോഡ് ആവുന്നു. ഇപ്പൊ ഏതാ ലോഡ് ഉള്ളത്? ഇൻക്ലൈൻഡ് ലോഡ്. ഓക്കെ അല്ലെ? സോ ഫിഗറിൽ ഒന്നും കാണിച്ചിട്ടില്ല. അപ്പൊ നമുക്ക് മനസ്സിലായി ഏതാണ് ഇവിടുത്തെ ലോഡ്? ഇൻക്ലൈൻഡ് ലോഡ് പി ആണ്. ഈ പി എന്ന് പറയുന്ന ലൈൻ ഓഫ് ആക്ഷൻ ഞാൻ നീട്ടി വരച്ചാൽ എനിക്ക് ഇതിന്റെ രണ്ട് കമ്പോണൻസ് കാണാം. ഒന്ന് ഏതാണ്? എഫ് വൈ എന്ന് പറയുന്ന കമ്പോണന്റ്. പിന്നെ ഏത് കാണാം? എഫ് എക്സ് എന്ന് പറയുന്ന കമ്പോണന്റ്. ഇത് നമ്മൾ ആദ്യത്തെ പാർട്ട് 1ൽ ബേസിക്സിന്റെ പാർട്ട് 1ൽ പറഞ്ഞതാണ്. അതായത് ഈ പറയുന്ന സപ്പോർട്ടിൽ എന്തൊക്കെ റിയാക്ഷൻ ഉണ്ടാവും? വി എ എന്ന് പറയുന്ന റിയാക്ഷൻ ഉണ്ടാവും. ഇവിടെ എന്തുകൂടി ഉണ്ടാവും? എച്ച് എ എന്ന് പറയുന്ന റിയാക്ഷൻ ഉണ്ടാവും. ഇവിടെ വി ബി എന്ന് പറയുന്ന വേറൊരു റിയാക്ഷൻ ഉണ്ടാവും. നോക്കിയേ, കിടിലം പോയിന്റാണ് പറഞ്ഞു വരുന്നത്. ഇവിടെ മൊമെന്റ് ഉണ്ടാവാൻ കാരണം വെർട്ടിക്കൽ റിയാക്ഷൻസ് മാത്രമാണ്. ഹൊറിസോണ്ടൽ റിയാക്ഷൻ കാരണം ഇവിടെ മൊമെന്റ് ഉണ്ടാവില്ല. അത് ഉള്ള പോയിന്റ് ആണോ ഇല്ലാത്ത പോയിന്റ് ആണോ പറഞ്ഞത്? വെർട്ടിക്കൽ റിയാക്ഷൻസ് മാത്രമേ ഈ ഒരു അവസരത്തിൽ ഇവിടെ മൊമെന്റ് ക്രിയേറ്റ് ചെയ്യപ്പെടുള്ളൂ. വെർട്ടിക്കൽ റിയാക്ഷൻസ് മാത്രം. നോക്കിയേ, മൊമെന്റ് എന്താണെന്ന് ഒന്നുകൂടി എഴുതാണ്. മൊമെന്റ് ഈസ് ഈക്വൽ എന്താണ്? ഫോഴ്സ് ഇൻറ്റു ലിവർ ആം അല്ലേ? ഏതാണ് ഇപ്പം പറയേണ്ട ഫോഴ്സ്? വി എന്ന് പറയുന്ന ഫോഴ്സ് നോക്കിക്കോളൂ. വി എ എന്ന് പറയുന്ന ഫോഴ്സ് എടുത്തോളൂ. അതിനെ നിങ്ങൾ എവിടെ വേണമെങ്കിലും നോക്കിക്കോളൂ. എത്ര പോയിന്റ് വേണം എടുത്തു? ഇവിടെ ഒരു പോയിന്റ് എടുത്തു, ഇവിടെ ഒരു പോയിന്റ് എടുത്തു, ഇവിടെ എവിടെ വേണമെങ്കിലും പോയിന്റ് എടുത്തോളൂ. വി എ എന്ന് പറയുന്ന ഫോഴ്സിന് എല്ലാ പോയിന്റിലേക്കും എന്ത് കാണപ്പെടുന്നുണ്ട്? ലിവർ ആം കാണപ്പെടുന്നുണ്ട്. ലിവർ ആം ഉണ്ടെങ്കിലേ അവിടെ മൊമെന്റ് ഉണ്ടാവുള്ളൂ. മൊമെന്റ് ഉണ്ടാവുള്ളൂ. ഉറപ്പല്ലേ? ബട്ട് നിങ്ങൾ നോക്കിയേ, നമ്മൾ ഹൊറിസോണ്ടൽ റിയാക്ഷനെയാണ് നോക്കുന്നതെങ്കിൽ ഇതേ സിറ്റുവേഷനിൽ വീണ്ടും ബീം വരയ്ക്കാം. ഇതാണ് നമ്മുടെ ബീം, ഇതാണ് നമ്മുടെ സപ്പോർട്ട്, ഇതാണ് നമ്മുടെ റോളർ സപ്പോർട്ട്. ഇപ്പൊ നമുക്ക് തൽക്കാലം ഇവിടെ എന്തേ ഉള്ളൂ എന്ന് പറയാം. യെസ്, ലെറ്റ്സ് സേ വി ആർ ഹാവിംഗ് എ ഹൊറിസോണ്ടൽ റിയാക്ഷൻ എച്ച് ആണ്. ഓക്കെ അല്ലെ? നിങ്ങൾ എന്താ മനസ്സിലാക്കേണ്ടത് ഇവിടെ? ദ ലൈൻ ഓഫ് ആക്ഷൻ ഓഫ് ഹൊറിസോണ്ടൽ റിയാക്ഷൻ ഈസ് അലോങ് എങ്ങനെയാണ്? ഈസ് അലോങ് ലോഞ്ചിറ്റ്യൂഡിനൽ ആക്സിസ് ഓഫ് ബീം ആണ്. ലോഞ്ചിറ്റ്യൂഡിനൽ ആക്സിസ് ഓഫ് ബീം ആണ്. അതായത് നോക്കിയേ, ഈ ഫിഗറിൽ വെരി ഒബ്വിയസ് ആണ്. നമ്മുടെ ഈ പറയുന്ന ഫോഴ്സ് ഇതിലൂടെയാണ് ആക്ട് ചെയ്യുന്നത്. അതായത് ആ ഫോഴ്സിന് എവിടെയെങ്കിലും ലിവർ ആം ഉണ്ടോ? സൂം ചെയ്തേ, ഏതെങ്കിലും പോയിന്റ് എടുത്തോളൂ.
ഇവിടെ ഒരു പോയിന്റ് എടുത്തു, ഫോഴ്സ് ആ പോയിന്റിലൂടെയാണ് കടന്നു പോകുന്നത്. ഇവിടെ ഒരു പോയിന്റ് എടുത്തു, അതേ പോയിന്റിലൂടെയാണ് ഫോഴ്സ് കടന്നു പോകുന്നത്. അടുത്ത പോയിന്റ് എടുത്തു, അതേ പോയിന്റിലൂടെയാണ് ഫോഴ്സ് കടന്നു പോകുന്നത്. നിങ്ങൾ നോക്കിയേ, കാര്യം മനസ്സിലായോ? ഇതാണ് ഫോഴ്സ് എങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പോയിന്റിൽ, Q എന്ന് പറയുന്ന പോയിന്റിൽ ഈ ഫോഴ്സുമായിട്ട് ഇത്രയും ലിവർ ആം കാണിക്കാം. അപ്പൊ അവിടെ എന്തുണ്ടാവും? അവിടെ ഒരു മൊമെന്റ് ഉണ്ടാകും. ലിവർ ആം ഇല്ലെങ്കിലോ നിങ്ങളുടെ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ്. അതേ ലൈൻ ഓഫ് ആക്ഷനിലാണ് നിങ്ങൾ Q എന്ന് പറയുന്ന പോയിന്റ് എടുത്തെങ്കിൽ there is no liver arm, there is no perpendicular distance ഇല്ലെങ്കിൽ അവിടെ മൊമെന്റ് ഉണ്ടാവില്ല. അതായത് ഹൊറിസോണ്ടൽ റിയാക്ഷൻസ് നെവർ ക്രിയേറ്റ് എ മൊമെന്റ് ഇൻ എ മെമ്പർ. ഏത്? ബീം എന്ന് പറയുന്ന മെമ്പറിൽ, വേറെ മെമ്പറിൽ ക്രിയേറ്റ് ചെയ്യേ. ബീം എന്ന് പറയുന്ന മെമ്പറിൽ നമുക്ക് ഹൊറിസോണ്ടൽ റിയാക്ഷൻസ് കാരണം എന്തുണ്ടാവില്ല? മൊമെന്റ് ഉണ്ടാവില്ല. പോയിന്റ് ക്ലിയർ ആണോ? അതായത് സംഭവം പറഞ്ഞു വരുന്നതാണ്, നിങ്ങൾ സമ്മേഷൻ ഓഫ് fx is equal to 0 ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ then there is no summation m is equal to 0. There is no need of summation m is equal to 0. കാരണം എന്താണ്? ഹൊറിസോണ്ടൽ റിയാക്ഷൻസ് എന്ത് കോസ് ചെയ്യില്ല? മൊമെന്റ് കോസ് ചെയ്യില്ല. ബിക്കോസ് ഹൊറിസോണ്ടൽ റിയാക്ഷൻ ഈസ് ആക്ടിംഗ് അലോങ് ദ ലോഞ്ചിറ്റ്യൂഡിനൽ ആക്സിസ് ഓഫ് ദ ബീം. സമ്മേഷൻ ഓഫ് fy is equal to 0 ചെയ്താൽ നിർബന്ധമായിട്ടും അവിടെ സമ്മേഷൻ ഓഫ് mz is equal to 0 ചെയ്യണം. കാരണം എന്താണ്? ഈ പറയുന്ന വെർട്ടിക്കൽ റിയാക്ഷൻസിന് പല പോയിന്റുമായിട്ടും എന്തുണ്ട്? ലിവർ ആം അവൈലബിൾ ആണ്. പറഞ്ഞ പോയിന്റ് ക്ലിയർ ആണോ? വീണ്ടും കൺക്ലൂഡ് ചെയ്യാണ് പോയിന്റ്. വെരി ബേസിക്സ് ആണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ വെർട്ടിക്കൽ റിയാക്ഷൻസ് വരുന്നു, നിങ്ങൾ എന്ത് യൂസ് ചെയ്യും? സമ്മേഷൻ fy is equal to 0 യൂസ് ചെയ്യും. നിങ്ങൾ സമ്മേഷൻ fy is equal to 0 യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ കൂടെ ഒരു സംശയവും ഇല്ലാതെ യൂസ് ചെയ്യേണ്ട അടുത്ത ഇക്വിലിബ്രിയം ഇക്വേഷൻ ഏതാണ്? സമ്മേഷൻ m is equal to 0 ആണ്. ക്ലിയർ ആണോ? അതായത് s is equal to എത്ര വരും? എപ്പോഴും 2 വരും. വെർട്ടിക്കൽ റിയാക്ഷൻസ് ഉണ്ടോ? വെർട്ടിക്കൽ റിയാക്ഷൻസ് നിങ്ങളുടെ മെമ്പറിൽ ഉണ്ടെങ്കിൽ ഒരു സംശയം വേണ്ട, നിങ്ങളുടെ ഇക്വിലിബ്രിയം ഇക്വേഷൻ എത്രയായിരിക്കും? 2 ആയിരിക്കും. അടുത്ത പോയിന്റ് എന്താണ്? ലെറ്റ്സ് സേ ഹൊറിസോണ്ടൽ റിയാക്ഷൻ മാത്രമേ ഉള്ളൂ. നിങ്ങൾ ഏതാ യൂസ് ചെയ്യുക? fx is equal എന്താ യൂസ് ചെയ്യുക? 0 എന്നാണ് യൂസ് ചെയ്യുക. ഇവിടെ എന്ത് വരില്ല? there is no need of summation mz is equal to 0. സമ്മേഷൻ mz is equal. കാരണം എന്താണ്? നമ്മുടെ ബീമിന്റെ ലോഞ്ചിറ്റ്യൂഡിനൽ ആക്സിസിന് എലോങ് ആണ് ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്. there is no liver arm because of horizontal reaction, hence there is no moment. അതായത് ഹൊറിസോണ്ടൽ റിയാക്ഷൻ വന്നു കഴിഞ്ഞാൽ അവിടെ s is equal to 1 എന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ. പോയിന്റ് ക്ലിയർ ആണോ? സംഭവം ഓക്കെ ആണോ? നോക്കിയേ, ഈ പോയിന്റ് ഞാൻ വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്യാണ്. പലപ്പോഴും പലരും ഡൗട്ട് ചോദിച്ചു വരാറുണ്ട്. ഇനി ആരും ഡൗട്ട് ചോദിച്ചു വരരുത്. ഓക്കെ അല്ലേ? ബീമാണ് എടുത്തിരിക്കുന്നത്. വീണ്ടും പറയാണ് ആ പോയിന്റ്. റോളർ സപ്പോർട്ട്, ഹിഞ്ച് സപ്പോർട്ട്, ഇതാണ് എ, ഇതാണ് ബി. ഏതാണ് ലോഡ് നമ്മൾ പറയുന്നത്? ലെറ്റ്സ് സേ നമുക്ക് ഹൊറിസോണ്ടൽ ലോഡ് മാത്രം പറയാം. സി എന്ന് പറയുന്ന പോയിന്റിൽ വി ആർ ഹാവിംഗ് എ പി എന്ന് പറയുന്ന ഹൊറിസോണ്ടൽ ലോഡ്. ഇതെന്താ അവസ്ഥ? ഇറ്റ് ഈസ് എ സിംപ്ലി സപ്പോർട്ടഡ് ബീം സബ്ജക്റ്റഡ് ടു ഹൊറിസോണ്ടൽ ലോഡ്. പി എന്ന് പറയുന്ന എന്താണിത്? ഹലോ ഹൊറിസോണ്ടൽ ലോഡാണ്. പി എന്ന് പറയുന്ന ഹൊറിസോണ്ടൽ ലോഡ് ആണെങ്കിൽ റിയാക്ഷൻ പറഞ്ഞേ, ഏത് റിയാക്ഷൻ ഉണ്ടാവുള്ളൂ? റിയാക്ഷൻ HA എന്ന് പറയുന്ന റിയാക്ഷനേ ഉണ്ടാവുള്ളൂ. സംശയമില്ലല്ലോ. ദാറ്റ് ഈസ് നമ്പർ ഓഫ് റിയാക്ഷൻസ് എത്രയാകുന്നു? ഇവിടെ 1 ആണ്. നിങ്ങൾ പറയൂ, ഇവിടെ ഓൺലി അൺനോൺ ഏതാണ്? ഹൊറിസോണ്ടൽ റിയാക്ഷൻ അല്ലേ? അത് കണ്ടുപിടിക്കാൻ വേണ്ടി നിങ്ങൾ യൂസ് ചെയ്യാൻ പോകുന്ന ഇക്വിലിബ്രിയം ഇക്വേഷൻ ഏതായിരിക്കും? സമ്മേഷൻ fx is equal to 0 ആയിരിക്കില്ലേ? തീർച്ചയായിട്ടും അത് യൂസ് ചെയ്താൽ പോരെ. ഇവിടെ എന്താ ഉണ്ടാവുക? HA. സമ്മേഷൻ fx is equal to 0 യൂസ് ചെയ്താൽ HA will be is equal എന്താ വരിക? P എന്നാണ് വരിക. കാരണം HA ഇങ്ങോട്ടാണ് ആക്ട് ചെയ്യുന്നത്, P ഇങ്ങോട്ടാണ് ആക്ട് ചെയ്യുന്നത്. രണ്ടും ഓപ്പോസിറ്റ് ആണ്. സോ നെഗറ്റീവ് സൈൻ വരും. HA is equal to എന്ത് വരും? P എന്ന് വരും. ക്ലിയർ ആണോ? സ്റ്റെപ്പ് എഴുതണം, അതിന് ആവശ്യമില്ലാന്ന് തോന്നുന്നു. ഓക്കെ, സ്റ്റെപ്പ് എഴുതേണ്ട ആവശ്യമില്ല. ഇനി നോക്കിയേ, ഇവിടെ നമ്മൾ എന്ത് യൂസ് ചെയ്യില്ല? അതാണ് പറഞ്ഞു വരുന്നത്. ഇവിടെ നമ്മൾ സമ്മേഷൻ mz is equal to 0 യൂസ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. കാരണം എന്താണ്? കാരണം എന്താണ്? നിങ്ങളെ ഈ പറയുന്ന ഹൊറിസോണ്ടൽ ഫോഴ്സ് നമ്മുടെ ബീമിന്റെ ലോഞ്ചിറ്റ്യൂഡിനൽ ആക്സിസിന് പാരലൽ ആയിട്ട് ആക്ട് ചെയ്യുന്നത്. there is no liver arm. നിങ്ങൾ വേണമെന്ന് വെച്ചാൽ ലിവർ ആം കണ്ടുപിടിക്കാൻ പറ്റില്ല. ഹൊറിസോണ്ടൽ ആക്സിസ് കൊലീനിയർ ആയിട്ടാണ് ആക്ട് ചെയ്യപ്പെടുന്നത്. ഹൊറിസോണ്ടൽ റിയാക്ഷൻ കൊലീനിയർ ആയിട്ടാണ് ആക്ട് ചെയ്യപ്പെടുന്നത്. there is no liver arm, so there is no moment is developing. no moment ആണെങ്കിൽ പിന്നെ സമ്മേഷൻ മൊമെന്റ് യൂസ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. സോ കൺക്ലൂഡ് ചെയ്യാണ് പോയിന്റ്.
എന്താണ് കൺക്ലൂഷൻ? യെസ്, വെർട്ടിക്കൽ റിയാക്ഷൻസ് ആണ് ഉള്ളതെങ്കിൽ, if vertical reactions are present, ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അടുത്ത സെഷൻ മുതൽ നമ്മൾ കാര്യങ്ങളിലേക്ക് ചാടി കടക്കുകയാണ്. വെർട്ടിക്കൽ റിയാക്ഷൻസ് ആണ് ഉള്ളതെങ്കിൽ ഒന്നാമത്തെ ഇക്വിലിബ്രിയം ഇക്വേഷൻ ആണ് സമ്മേഷൻ Fi is equal to 0. സമ്മേഷൻ Fi is equal to 0 യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ കൂടെ തന്നെ എന്ത് വരും? സമ്മേഷൻ Mz is equal to 0 വരും. സോ എവിടെയൊക്കെ സമ്മേഷൻ Fi ഉണ്ടോ അതിന്റെ കൂടെ, അല്ലെ, ബൈ 1 get 1 ഫ്രീ എന്ന് പറയും പോലെ, അതുപോലെയാണ്. പേസ്റ്റ് മാത്രം ഉണ്ടായിട്ട് കാര്യമുണ്ടോ? ബ്രഷ് കൂടി വേണ്ട പല്ലിക്കണമെങ്കിൽ വിരൽ വെച്ച് തേക്കാമെന്ന് പറയരുത്. ഓക്കെ, ബ്രഷ് മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല, പേസ്റ്റും കൂടി വേണം, എന്നാലേ നമുക്ക് പല്ലിക്കാൻ പറ്റുള്ളൂ എന്ന് പറയും പോലെ സമ്മേഷൻ Fy എവിടെ ഉണ്ടോ അതിന്റെ കൂടെ തന്നെ സമ്മേഷൻ Mz കൂട്ടി ചേർത്ത് വെക്കണം. അതായത് ഈ ഒരു സിറ്റുവേഷനിൽ S is equal to 2 ആയിരിക്കും. ബട്ട് നിങ്ങൾക്ക് ഹൊറിസോണ്ടൽ റിയാക്ഷൻ മാത്രമേ ഉള്ളൂ എങ്കിൽ, if horizontal reactions are present, only if horizontal reactions are present, ഏത് ഇക്വിലിബ്രിയം ഇക്വേഷൻ മതി? സമ്മേഷൻ Fx is equal to 0 മാത്രം മതി. അത് S is equal to 1 ആണ്. There is no need of summation Mz is equal to 0 because horizontal reaction is acting, yes, along the longitudinal axis and hence there is no lever arm. That's why there is no moment. പോയിന്റ് ക്ലിയർ ആണോ? ഈ സെഷൻ നമ്മൾ ഇവിടെ വൈൻഡപ്പ് ചെയ്യണം. വളരെ ബേസിക് ആയിട്ടുള്ള, വളരെ അധികം ബേസിക് ആയിട്ടുള്ള കാര്യമാണ് നമ്മൾ പറഞ്ഞത്. ഇക്വിലിബ്രിയം ഇക്വേഷൻസ് 3 ആണ്. 2 ഡയമെൻഷൻ അനാലിസിസ് ആണ് നമ്മുടെ ഡിഫോൾട്ട്. നമ്മുടെ മെമ്പർ അനലൈസ് ചെയ്യപ്പെടുന്നത് 2D യിലാണ്. 3 ഇക്വിലിബ്രിയം ഇക്വേഷൻസ് ആണ്. Fx is equal to 0, Fy is equal to 0, Mz is equal to 0. ആദ്യം പറഞ്ഞത് എന്തുകൊണ്ടാണ് Mz എന്ന് പറയാൻ കാരണം, നിങ്ങളുടെ ഫോഴ്സ് എക്സിലാണെങ്കിൽ ലിബറാം വൈയിലാണെങ്കിൽ മൊമെന്റ് വിൽ ബി ജനറേറ്റഡ് അബൌട്ട് ഇസഡ് ആക്സിസ്. നിങ്ങളുടെ ഫോഴ്സ് വൈയിലാണ്, ലിബറാം എന്തായിരിക്കും? എക്സ് ആക്സിലാണെങ്കിൽ മൊമെന്റ് ദെൻ ഓൾസോ ഡെവലപ്ഡ് അബൌട്ട് ഇസഡ് ആക്സിസ് ആണ്. അതുകൊണ്ടാണ് Fx, Fy, Mz എന്ന് പറയുന്നത്. ഇനി Fx ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അതൊരു മൊമെന്റും ക്രിയേറ്റ് ചെയ്യില്ല ഇൻ എ ബീം ബിക്കോസ് horizontal reaction is acting along the longitudinal axis. There is no lever arm. But vertical reaction ആണ്, ഇതാണ് നമ്മുടെ ബീം. വെർട്ടിക്കൽ റിയാക്ഷൻ ആണ്, ഇതാണ് ബീം. സോ പല പോയിന്റുകളിലും ഈ വെർട്ടിക്കൽ റിയാക്ഷൻ ലിവർ ആം കാണുന്നുണ്ടോ? യെസ്, കാണാൻ പറ്റും. ദാറ്റ്സ് വൈ വെർട്ടിക്കൽ റിയാക്ഷൻ ക്രിയേറ്റ്സ് മൊമെന്റ് ഇൻ എ ബീം. ഹൊറിസോണ്ടൽ റിയാക്ഷൻ മൊമെന്റ് ക്രിയേറ്റ് ചെയ്യില്ല, അതുകൊണ്ട് അവിടെ സമ്മേഷൻ M യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ക്ലിയർ ആണോ? സോ ഈ പോയിന്റ് ഓർത്തിരിക്കുക. ഏതായാലും നമ്മുടെ പോയിന്റ് ലാസ്റ്റ് എഴുതിയ കൺക്ലൂഷൻ വെരി ഇമ്പോർട്ടന്റ് ആണ്. വെർട്ടിക്കൽ റിയാക്ഷൻ ആണെങ്കിൽ Fy യും Mz ലും ഉണ്ടാവും. Fy എവിടെ ഉണ്ടോ അവിടെയൊക്കെ Mz ഉണ്ടാവും. അതാണ് Fy നിങ്ങൾ എഴുതിയോ അതിന്റെ കൂടെ തന്നെ, അതിന്റെ ഒപ്പം തന്നെ എഴുതണം Mz. Fx ചിലപ്പം ഒറ്റയ്ക്കേ ഉണ്ടാവുള്ളൂ, അതിന്റെ കൂടെ Ms ഉണ്ടാവില്ല. ചിലപ്പോൾ നല്ല ബീമിന്റെ കേസിൽ ഒറ്റയ്ക്കാണ് എപ്പോഴും ഉണ്ടാവാറുള്ളത്. സംഭവം ക്ലിയർ ആണെന്ന് പ്രതീക്ഷിക്കുന്നു. ലെറ്റ്സ് വൈൻഡ് അപ്പ് ദി സെഷൻ. അടുത്ത സെഷൻ മുതൽ നമ്മുടെ സ്റ്റാറ്റിക് ഇന്റർഡിപെൻഡൻസി കണ്ടുപിടിക്കാൻ പോവുകയാണ്. ഫോർമുലാസ് നമ്മൾ പറയാൻ പോവുകയാണ്. എല്ലാവർക്കും അടുത്ത വീഡിയോയിൽ കാണുന്നവരെ താങ്ക് യു.